ഇറാനുമായിട്ടുള്ള സമാധാന കരാർ പൂർത്തിയായെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിപണിയിലും ഉണർവ്. ക്രൂഡ് ഓയിലിൽ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില $3.51 കുറഞ്ഞ് ബാരലിന് $83.82 താഴ്ന്നു. സംഘർഷങ്ങളെ തുടർന്ന് സമീപ മാസങ്ങളിൽ ആഗോള ഊർജ്ജ വിപണി കടുത്ത അസ്ഥിരതയിലായിരുന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ബാരലിന് ഏകദേശം $70 നിരക്കിൽ വ്യാപാരം നടന്നിരുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില യുദ്ധസമയത്ത് ഏറ്റവും ഉയർന്ന നിരക്കായ $120 ഏഷ്യയിലെ പ്രധാന ഓഹരി വിപണികളിലും വൻ മുന്നേറ്റം രേഖപ്പെടുത്തി. തിങ്കളാഴ്ച വിപണി വ്യാപാരം ആരംഭിച്ച തൊട്ടു പിന്നാലെ ജപ്പാന്റെ മുൻനിര സൂചികയായ നിക്കൈ 225 4.5% ഉയർന്നപ്പോൾ ദക്ഷിണ കൊറിയയുടെ കോസ്പി 5.7% കുതിച്ചുയർന്നു. അതേസമയം ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊന്ന് 30 ദിവസത്തിനുള്ളിലെ US നാവിക ഉപരോധം നീക്കുമെന്നതാണെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന തിരക്കേറിയ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടതിനെ തുടർന്നാണ് US സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയത്. ഏപ്രിൽ 13 ഉപരോധം ആരംഭിച്ചത് മുതൽ 9 കപ്പലുകൾ പ്രവർത്തനരഹിതമാക്കുകയും 135 കപ്പലുകളെ വഴിതിരിച്ചുവിടുകയും ചെയ്തതായും സെൻകോം അറിയിച്ചിരുന്നു. കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്രായേൽ ബെയ്റൂട്ടിൽ ബോംബാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാൻ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന കടുത്ത ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് തന്റെ അതിശക്തമായ നയതന്ത്ര ഇടപെടലിലൂടെ ഇറാന്റെ പിണക്കം മാറ്റുകയും കരാർ അന്തിമ രൂപത്തിലെത്തിക്കുകയുമായിരുന്നു. കരാറിലെത്തിയതായി ഇറാനും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രൂത്ത്